ആ മണ്ണും വീട് ഏട്ടന്റെ പേരിലാണ്. അതിന്റെ എല്ലാ അവകാശം ഇപ്പോഴും ഏട്ടനല്ലേ? ഒരു കാര്യം ഉറപ്പായി, ഇവന്റെ അറിവോടെയല്ല ശിവാനി അന്ന് വന്ന് ആ ഡോക്യുമെന്റ്സിൽ ഒപ്പിട്ട് വാങ്ങിയത്. പക്ഷെ അതിപ്പോ ഞാൻ തുറന്നു പറഞ്ഞാൽ ഇവൻ അത് ചെന്ന് അമ്മയോട് പറയും. അതോടുകൂടി അമ്മയ്ക്ക് ഇങ്ങോട്ടുള്ള ചായ്വ് കൂടുകയും ചെയ്യും. അത് പാടില്ല. ഏട്ടാ, ഇത് സ്വത്തിന്റെയും പണത്തിന്റെയും കണക്കായിട്ടൊന്നും ഏട്ടൻ കരുതണ്ട. എന്റെ ഒരു മനസമാധാനത്തിന് യാമിനിക്കും അമ്മയ്ക്കും ഏട്ടനെ അന്യനല്ലാന്നൊന്ന് ആശ്വസിക്കുക. പ്ലീസ് ഏട്ടാ, ഇതിലൊന്ന് ഒപ്പിട്ടുക. ഏട്ടന്റെ മുന്നിൽ ഞാൻ യാചിക്കുക, പ്ലീസ്. ഇതിൽ ഒപ്പിട്ട് കഴിഞ്ഞെന്നറിഞ്ഞാൽ അമ്മയ്ക്ക് എന്തുമാത്രം സന്തോഷമാവും അറിയാമോ? ഇത്രയൊക്കെ പ്രണവ് പറഞ്ഞില്ലേ, ഒന്ന് ഒപ്പിട്ട് കൊടുത്തേക്ക്. എന്തൊപ്പിട്ട് കൊടുക്കണമെന്ന്? ഈശ്വരമംഗലത്ത് നിന്ന് ഒരു മൊട്ടുസൂചി പോലും വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, അതിനൊരു ഡോക്യുമെന്റ്സ് തയ്യാറാക്കി രജിസ്റ്റേർഡ് പോസ്റ്റിൽ ഞാൻ അങ്ങോട്ട് അയക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിൽ നിന്നും ഒരു അണുവിട ഞാൻ പിന്നോട്ട് പോകുന്നു നീ വിചാരിക്കണ്ട. നിങ്ങളുടെ ഒന്നും കണ്ണിൽ പോലും പെടാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഒതുങ്ങിക്കൂടി ഇങ്ങനൊരു സ്ഥലത്ത് വന്ന് ജീവിക്കുന്നത്. ഇവിടെ എനിക്ക് മനസമാധാനം തരില്ല എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചാണോ നീ ഇവിടേക്ക് വന്നു കയറിയത്? എന്താ ഗൗതം ഇത്? ഒരു നല്ല കാര്യം പറയാനല്ലേ പ്രണവ് ഇവിടേക്ക് വന്നത്? ആര് നല്ലവനോ? ഇവനോ? ഇവൻ ശിവാനിയെക്കാളും വൃത്തികെട്ടവനാ. ഏട്ടൻ എന്തിനായിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഞാൻ എന്ത് തെറ്റ ഏട്ടൻ്റെ അടുത്ത് ചെയ്തേ? വെണ്ടി പോരുത് നീ. ഇറങ്ങണാ പുറത്ത്. ഏട്ടൻ ഞാൻ ഇനി എന്റെ മുന്നിൽ നീ നിൽക്കരുത്. ഇറങ്ങണാ പുറത്ത്. എടാ നിന്നോട് ഇറങ്ങി പോകാനല്ല പറഞ്ഞേ.